ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ഫിസിക്സിലെ 6ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോകളെല്ലാം അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഫിസിക്സിലെ 6ാമത്തെ ചാപ്റ്ററായ പ്രവൃത്തിയും ഊർജവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നതാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഡാമിലെ ഈ ജലം ഉപയോഗിച്ചാണ്. അപ്പോൾ ഒരു ഡാം ചൂണ്ടിക്കാണിച്ചിട്ട് അവർ പറയാണ് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഡാമിലെ ജലത്തിൽ നിന്നാണ്. ഇത്രമാത്രം ഊർജം ജലത്തിന് എങ്ങനെയാണ് ലഭിക്കുന്നത്? അപ്പോൾ ജലത്തിന് ഇത്രമാത്രം ഊർജം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് നമുക്ക് നോക്കാം. നിത്യജീവിതത്തിൽ നാം ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇവ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്തൊക്കെയായി ഈ ചിത്രങ്ങളിലുള്ളത്? ചിത്രങ്ങളിൽ ഒന്നിൽ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് ഒരാൾ കയറുന്നത്, ഏണിയുടെ മുകളിലോട്ട് കയറുന്നത് തന്നിട്ടുണ്ട്. അതായത് ലോഡ് കയറ്റുന്നതാണ്, നമുക്ക് വണ്ടിയിൽ ലോഡ് സാധനം കയറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പാറ തള്ളി ഉരുട്ടുന്നത് തന്നിട്ടുണ്ട്. അതുപോലെ സാധനങ്ങൾ വണ്ടിയിൽ ഉരുട്ടിക്കൊണ്ട് പോകുന്നത് തന്നിട്ടുണ്ട്. തലച്ചുമടായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള നിരവധി ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നോക്കിയേ, ബലം പ്രയോഗിച്ച സന്ദർഭം, ബലം പ്രയോഗിക്കപ്പെട്ട വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചോ ഇല്ലയോ? ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവയൊക്കെയാണ്. അപ്പോൾ ഇതിലൊന്നാമത് പറഞ്ഞിരിക്കുന്നത് ബലം പ്രയോഗിച്ച സന്ദർഭം ലോറിയിലേക്ക് ചുമട് കയറ്റുന്നു. അപ്പം അവിടെ ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു എന്താണ്? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ലോറിയിലേക്ക് ഒരാൾ ചുമട് കയറ്റുകയാണ്. അപ്പോൾ അവിടെ ബലം പ്രയോഗിപ്പിക്കപ്പെട്ട വസ്തു എന്താ? അത് ചുമടാണ്. സാധനം, എന്തോ ഒരു സാധനം തലയിലേറ്റി തോളത്തേറ്റി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് ചുമടാണ്. ഇനി വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചോ ഇല്ലയോ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ വസ്തുവിന് എന്ത് സംഭവിച്ചു? സ്ഥാനാന്തരം സംഭവിച്ചു. ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ട് ഇല്ല? അപ്പോൾ ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് എന്തുണ്ട്? സ്ഥാനാന്തരം ഉണ്ട്. ഇനി വലിയ പാറ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നു. ഇവിടെ ഒരു കുട്ടി ഒരു വലിയ പാറ തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു എന്താണ്? ഒരു പാറയാണല്ലേ. വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചു ഇല്ല? സംഭവിച്ചില്ല. ഇല്ല. വസ്തുവിനുടെ സ്ഥാനാന്തരം സംഭവിച്ചോ? ഇല്ല. ഇനി ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല? വസ്തുവിന് അവിടെയും എന്തില്ല? സ്ഥാനാന്തരം സംഭവിച്ചില്ല. സൂപ്പർ മാർക്കറ്റിൽ ട്രോളി തള്ളിക്കൊണ്ടു പോകുന്നു. ഇവിടെ ഒരാൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ട്രോളി തള്ളിക്കൊണ്ടു പോകുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു എന്താണ്? ട്രോളിയാണ് അല്ലേ. ട്രോളിയാണ്. വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചു. വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചു. ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അടുത്ത് പറഞ്ഞത് എന്താ? തലയിൽ ചുമടുമായി ഒരാൾ നിൽക്കുന്നു. അപ്പോൾ ഒരാൾ തലയിൽ ചുമടുമായിട്ട് നിൽക്കുകയാണ്, അനങ്ങുന്നില്ല അവിടെ നിന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു ഏതാ? അത് തലയിൽ ചുമടാണ്. ഇനി വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചോ ഇല്ലയോ? തലയിൽ ചുമടുമായിട്ട് നിൽക്കുകയാണല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ട്? സ്ഥാനാന്തരം സംഭവിച്ചിട്ടില്ല. ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടോ ഇല്ലയോ? അപ്പോൾ അതും എന്താണ്? ഇല്ല. അപ്പോൾ പട്ടികയിൽ നിന്ന് എല്ലാ സന്ദർഭങ്ങളിലും ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് മനസ്സിലായത്? എല്ലാ സന്ദർഭങ്ങളിലും നാം ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് എന്തില്ല? സ്ഥാനാന്തരം ഉണ്ടാകണമെന്നില്ല എന്നാണ് നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്ത് തന്നിരിക്കുന്നത് എന്താണ്? പ്രവൃത്തി അഥവാ വർക്കാണ്. എന്താണ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും അതുമൂലം വസ്തുവിന് ബലത്തിൻ്റെ ദിശയിൽ സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബലം
വസ്തുവിൽ പ്രവൃത്തി ചെയ്യുന്നതായി കണക്കാക്കാം. അപ്പം എന്താണ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും, നമ്മളൊരു വസ്തുവിൽ എന്താ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നു, അതുമൂലം വസ്തുവിന് ബലത്തിൻ്റെ ദിശയിൽ സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ആ ബലം വസ്തുവിൽ പ്രവൃത്തി ചെയ്യുന്നതായി കണക്കാക്കാം. അപ്പം അതാണ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ പട്ടിക 6.1 ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പ്രവൃത്തി ചെയ്യപ്പെട്ടത്, അപ്പോൾ ഇവിടെ പ്രവൃത്തി ചെയ്യപ്പെടാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്താണ്, ലോറിയിൽ ചുമട് കയറ്റുന്നു, അവിടെ എന്തുണ്ട്, ഒരു പ്രവൃത്തി നടന്നു, അവിടെ സ്ഥാനാന്തരം സംഭവിച്ചു. വലിയ പാറ തള്ളി നീക്കാൻ ശ്രമിക്കുന്നു, അപ്പോൾ അവിടെ എന്താണ്, അവിടെ പ്രവൃത്തി നടന്നില്ല. ഇനി സൂപ്പർ മാർക്കറ്റിൽ ട്രോളി തള്ളിക്കൊണ്ടു പോകുന്നു, അവിടെയും എന്താണ്, അവിടെ സ്ഥാനാന്തരം സംഭവിച്ചു. അതുപോലെ ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് എന്തുണ്ടായി, സ്ഥാനാന്തരം ഉണ്ടായി. ഇനി തലയിൽ ചുമടുമായി ഒരാൾ നിൽക്കുന്നു, അവിടെ നിൽക്കുക മാത്രമേ ഉള്ളൂ, അപ്പോൾ എന്താണ്, അവിടെ സ്ഥാനാന്തരം സംഭവിച്ചിട്ടില്ല, അവിടെ വസ്തുവിന് ദിശാവ്യതിയാനവും സംഭവിച്ചിട്ടില്ല. ഇനി പ്രവൃത്തിയുടെ അളവ് കണക്കാക്കാനാകുമോ? പ്രവൃത്തിയുടെ അളവ്. ആശുപത്രിയിൽ വീൽ ചെയറിൽ രോഗികളെ കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ വീൽ ചെയറിൽ രോഗികളെ കൊണ്ടുപോകുന്നത് നമ്മൾ പലപ്പോഴും ആശുപത്രികളിൽ കാണുന്നൊരു രംഗമാണല്ലേ. നിരപ്പായ വരാന്തയിലൂടെ 10 മീറ്റർ അകലേക്ക് രോഗികളെ ഒരു അറ്റൻഡർ കൊണ്ടുപോയ 2 സന്ദർഭങ്ങൾ ചിത്രീകരിക്കുന്നത് ശ്രദ്ധിക്കൂ. രോഗികളുടെ ഭാരത്തിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് പ്രയോഗിക്കേണ്ട ബലത്തിൽ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ ഇവിടെ എന്താണ്, 2 ചിത്രം തന്നിട്ടുണ്ട്. എന്താ 2 ചിത്രം? ഒരു ചിത്രത്തിൽ വളരെ കനം കുറഞ്ഞൊരു മുത്തശ്ശിയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഇനി ഒരു ചിത്രം നമ്മൾ കാണുമ്പോൾ എന്താണ്, നല്ല കുടവയറൊക്കെയുള്ള ഒരു അമ്മാവനെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? അപ്പോൾ നമ്മൾ രോഗികളുടെ ഭാരത്തിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, പ്രയോഗിക്കേണ്ട ബലത്തിൽ വ്യത്യാസം വരുന്നു. ഭാരം കൂടുന്നതിനനുസരിച്ച് വീൽ ചെയറിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം കൂടുന്നത് കൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാരം കൂടുന്നതിനനുസരിച്ച് വീൽ ചെയറിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം എന്ത് ചെയ്യുന്നു, കൂടുന്നു. അപ്പോൾ 10 മീറ്റർ ദൂരത്തേക്ക് എത്തിക്കുന്നത് വരെ സന്ദർഭം 1 രോഗിയെ കൊണ്ടുപോകാൻ 40 ന്യൂട്ടൺ ബലവും സന്ദർഭം 2 രോഗിയെ കൊണ്ടുപോകാൻ 70 ന്യൂട്ടൺ ബലവും പ്രയോഗിക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ആ ആൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, കൊണ്ടുപോകുന്ന ആളിനെ ആദ്യത്തെ രോഗിയെ കൊണ്ടുപോകാൻ 40 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചാൽ മതി. പക്ഷേ രണ്ടാമത്തെ രോഗിയെ കൊണ്ടുപോകാൻ എത്ര ന്യൂട്ടൺ ബലം പ്രയോഗിക്കേണ്ടി വന്നു? 70 ന്യൂട്ടൺ ബലം പ്രയോഗിക്കേണ്ടി വന്നു. 2 അവസരങ്ങളിലും വീൽ ചെയർ സമാന വേഗത്തിൽ സമാന പാതയിലൂടെയാണ് കൊണ്ടുപോയത്. അപ്പോൾ 2 അവസരത്തിലും വീൽ ചെയർ പോയത് എങ്ങനെയാണ്? സമാന പാതയിലൂടെയാണ്, സമാന വേഗത്തിലാണ്. അപ്പോൾ വീൽ ചെയറിനുണ്ടായ സ്ഥാനാന്തരം തുല്യമാണല്ലോ. അപ്പോൾ വീൽ ചെയറിനുണ്ടായ സ്ഥാനാന്തരം എന്താണ്? തുല്യമാണ്. തറയിലൂടെ തിരശ്ചീനമായ തലത്തിൽ വസ്തുക്കളെ ചലിപ്പിക്കുമ്പോൾ നാം ഘർഷണത്തിനെതിരായാണ് ബലം പ്രയോഗിക്കുന്നത്. അപ്പം നമ്മൾ തറയിലൂടെ തിരശ്ചീനമായ തലത്തിൽ വസ്തുക്കളെ ചലിപ്പിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഘർഷണത്തിനെതിരായിട്ടാണ് ബലം പ്രയോഗിക്കുന്നത്. അതിനാൽ നാം ഘർഷണ ബലത്തിനെതിരായാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഏത് ബലത്തിനെതിരാണ്? ഘർഷണ ബലത്തിനെതിരായിട്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഏത് സന്ദർഭത്തിലാണ് കൂടുതൽ പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവുക? എന്തുകൊണ്ട്? അപ്പം നമുക്കറിയാം കൂടുതൽ പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവുക ഏത് സന്ദർഭത്തിലായിരിക്കും? രണ്ടാമത്തെ ചിത്രത്തിലെ സന്ദർഭം 2-ലായിരിക്കും. ഇവിടെ പ്രവൃത്തിയുടെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ബലമാണോ സ്ഥാനാന്തരമാണോ? കാരണം എന്താണ്? ബലമാണ്. അവിടെ നമ്മൾ പറഞ്ഞു, അവിടെ പ്രയോഗിച്ച ബലം എന്ന് പറയുന്നത് 70 ന്യൂട്ടൺ ബലമാണ് പ്രയോഗിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. മുകളിൽ പരിചയപ്പെട്ട സന്ദർഭങ്ങളിൽ നിന്ന് പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് സയൻസ് ഡയറിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ മുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്? ബലം പറഞ്ഞു, അതുപോലെ സ്ഥാനാന്തരം പറഞ്ഞു, ദിശ പറഞ്ഞു. ഇതൊക്കെ എന്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്? നമ്മുടെ ഈ ഒരു ഏതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്? പ്രവൃത്തിയെ അല്ലെങ്കിൽ വർക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പ്രയോഗിച്ച ബലത്തിൻ്റെയും വസ്തുവിന് ബലത്തിൻ്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരത്തിൻ്റെയും ഗുണനഫലം ആയിരിക്കും
പ്രവൃത്തിയുടെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രയോഗിച്ച ബലം, അതുപോലെ വസ്തുവിന് ബലത്തിൻ്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരത്തിൻ്റെയും ഗുണനഫലമാണ് എന്തെന്ന് പറയുന്നത്, പ്രവൃത്തിയുടെ അളവെന്ന് പറയുന്നത്. അപ്പോൾ പ്രവൃത്തിയുടെ അളവ് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുന്നത്? നമ്മൾ പ്രയോഗിച്ച ബലത്തിൻ്റെയും വസ്തുവിന് ബലത്തിൻ്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരത്തിൻ്റെയും ഗുണനഫലമാണ് എന്തിൻ്റെ അളവ്? പ്രവൃത്തിയുടെ അളവ്. അപ്പോൾ എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിൻ്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരം എസ് മീറ്റർ ആണെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അപ്പോൾ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ബലം ഇൻറ്റു സ്ഥാനാന്തരം. പ്രവൃത്തി കാണാൻ എങ്ങനെയാണ്? പ്രവൃത്തി നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബലവും സ്ഥാനാന്തരവും തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രവൃത്തി കിട്ടും. അതിനുള്ളൊരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. വർക്ക് എന്ന് പറഞ്ഞാൽ W, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു സ്ഥാനാന്തരം എന്ന് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ W ഈസ് ഈക്വൽ ടു F ഇൻറ്റു എസ്. ഇനി പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ബലത്തിൻ്റെ യൂണിറ്റ് ഇൻറ്റു സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ബലത്തിൻ്റെ യൂണിറ്റ് ഇൻറ്റു സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ബലത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാം മീറ്റർ കിലോഗ്രാം അപ്പം നമുക്കൊന്നുകൂടെ എഴുതാം. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തിൻ്റെ യൂണിറ്റ്? ബലത്തിൻ്റെ യൂണിറ്റ്. ഇനി ബലത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. അപ്പോൾ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ്. ബലത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നതുമാണ്. ഇനി നോക്കിയേ, പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ, അല്ലെങ്കിൽ നമ്മൾ പറയും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നതാണ് നമ്മുടെ ഏതിൻ്റെ യൂണിറ്റ്? നമ്മുടെ ബലത്തിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ പെർ സെക്കൻഡ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ഇവിടെ പ്രവൃത്തി അഥവാ വർക്കിൻ്റെ യൂണിറ്റ് ആണ് നമ്മൾ പറഞ്ഞത് എന്താണ്? ന്യൂട്ടൺ മീറ്റർ. അതായത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു എന്താണ്? മീറ്റർ. അതാണ് ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഇത് SI യൂണിറ്റിൽ നമ്മൾ എന്തെന്ന് പറയും? ജൂൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെന്ന് പറയാം? പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്താണ്? ജൂളാണ്. ജെയിംസ് പ്രസ്കോട്ട് ജൂളിനോടുള്ള ആദരസൂചകമായാണ് ഈ പേര് നൽകിയത്. അപ്പോൾ പ്രവൃത്തിക്ക് ജൂൾ എന്ന് പേര് നൽകി, അല്ലെങ്കിൽ പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂൾ എന്ന് നൽകിയതിന് പിന്നിലെ രഹസ്യം എന്താണ്? നമ്മുടെ ജെയിംസ് പ്രസ്കോട്ട് ജൂളിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ പേര് നൽകിയത്. ഒരു ന്യൂട്ടൺ ബലത്തിന് വിധേയമായി ഒരു വസ്തുവിനെ തിരശ്ചീനമായ പ്രതലത്തിലൂടെ ബലത്തിൻ്റെ ദിശയിൽ 1 മീറ്റർ ദൂരം ചലിപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി കണക്കാക്കുക. അപ്പോൾ പ്രവൃത്തി കണക്കാക്കാനാണ് തന്നിരിക്കുന്നത്. പ്രവൃത്തിയുടെ യൂണിറ്റ് നമ്മൾ പഠിച്ചു. പ്രവൃത്തിയുടെ ആ ഒരു ഇക്വേഷൻ നമുക്കറിയാം. W = F × S എന്നതാണ് പ്രവൃത്തിയുടെ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. പ്രവൃത്തി കാണുന്നതിനുള്ള ആ ഒരു ഇക്വേഷൻ W = F × S. അതായത് ബലം = എന്താണ്? ബലം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ബലം എന്ന് പറയുന്നത് 1 ന്യൂട്ടനാണ്. അപ്പോൾ സ്ഥാനാന്തരം അങ്ങനെയാണെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുമ്പം അത് എങ്ങനെയാണ്? 1 മീറ്റർ ആണ്. സ്ഥാനാന്തരം ഇവിടെ തന്നിട്ടുണ്ട്. 1 ന്യൂട്ടൺ ബലത്തിന് വിധേയമായി ഒരു വസ്തുവിനെ തിരശ്ചീനമായ പ്രതലത്തിലൂടെ ബലത്തിൻ്റെ ദിശയിൽ 1 മീറ്റർ ദൂരം ചലിപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? F എന്ന് പറയുന്നത് 1 ന്യൂട്ടനാണ്. അതുപോലെ ഇവിടെ ദൂരം ബലത്തിൻ്റെ ദിശയിൽ 1 മീറ്റർ ദൂരം. അപ്പോൾ ഇവിടെ എന്താണ്? അതിൻ്റെ ദൂരം എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് എന്നും ഇവിടെ തന്നിട്ടുണ്ട്.
അപ്പം നമുക്കിവിടെ പറയാം എന്താണ്, നമ്മൾ പറഞ്ഞു ഇവിടെ ബലം എന്ന് പറയുന്നത് 1 ന്യൂട്ടനാണ്. എഫ് ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ. അതുപോലെ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഇവിടുത്തെ എത്രയാണ് ബലത്തിൻ്റെ ദിശ, അതായത് 1 മീറ്ററാണ്. അപ്പോൾ ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് എത്രയാണ്, 1 മീറ്റർ ആണ്. എങ്കിൽ നമുക്കറിയാം പ്രവൃത്തി കാണേണ്ടത് എങ്ങനെയാണ്, ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്, അതായത് 1 ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, 1 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 1 ന്യൂട്ടൺ മീറ്റർ എന്ന ആൻസർ കിട്ടും. അതായത് നമുക്ക് അറിയാം 1 ജൂൾ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു വസ്തുവിൽ 1 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ വസ്തുവിന് ബലത്തിൻ്റെ ദിശയിൽ 1 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ് എന്ന് പറയുന്നത് എന്താണ്, 1 ജൂളാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് കാണാതെ പഠിച്ച് വെച്ചിരിക്കണം. ഒരു വസ്തുവിൽ 1 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ വസ്തുവിന് എന്തുണ്ടായി, ബലത്തിൻ്റെ ദിശയിൽ 1 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ എന്താണ്, വസ്തുവിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ് 1 ജൂള് ആണ്. ഇനി ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചപ്പോൾ ചെയ്ത പ്രവൃത്തി കണക്കാക്കുന്നത് എങ്ങനെയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലേ. ഇനി വസ്തുക്കളെ ഉയർത്തുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണെന്നാണ് കണക്കാക്കാനുള്ളത്. അതായത് വസ്തുക്കളെ ഉയർത്തുമ്പോൾ ബലം പ്രയോഗിക്കേണ്ടത് ഗുരുത്വാകർഷണ ബലത്തിനെതിരായില്ലേ. അപ്പോൾ വസ്തുക്കളെ നമ്മൾ ഉയർത്തുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബലം പ്രയോഗിക്കേണ്ടത്, ഗുരുത്വാകർഷണ ബലത്തിനെതിരായിട്ടാണ് നമ്മൾ ബലം പ്രയോഗിക്കുന്നത്. നമ്മൾ തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ എടുത്ത് എന്ത് ചെയ്യുന്നു, ഉയർത്തുന്നു. അപ്പോൾ അത് ഏതിനെതിരായിട്ടാണ്, ഗുരുത്വാകർഷണത്തിന് എതിരായിട്ടാണ് അവിടെ ബലം പ്രയോഗിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കത് ഇതും കൂടി ഒന്ന് പറഞ്ഞു പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ജെയിംസ് പ്രെസ്കോട്ട് ജൂളിനെ കുറിച്ചാണെന്ന് പറയുന്നത്. ജൂള് ജനിച്ചത് എവിടെയാണ്, ജന്മരാജ്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം 1818നും 1889നും ഇടയിലാണ്. 1818നും 1889നും ഇടയിലാണ് ആരുടെ ജനനം, ജെയിംസ് പ്രെസ്കോട്ട് ജൂളിൻ്റെ ജനനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം 1818 1889. പ്രധാന സംഭാവനകളും നേട്ടങ്ങളും പറഞ്ഞിട്ടുണ്ട്. താപവുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളെക്കുറിച്ച് മൗലിക ഗവേഷണങ്ങൾ നടത്തി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപവുമായി ബന്ധപ്പെട്ട സമവാക്യം കണ്ടെത്തി യാന്ത്രികോർജം, താപോർജം എന്നിവയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് താപഗതിക സിദ്ധാന്തം കണ്ടുപിടിച്ചു. അതുപോലെ താപഗതിക സിദ്ധാന്തം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ആര്, നമ്മുടെ ജൂൾ എന്ന് പറയുന്നത്. 1850 റോയൽ സൊസൈറ്റിയിലെ ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഇംഗ്ലണ്ടിലെ റോയൽ സൊസൈറ്റി ഉണ്ട്, ആ റോയൽ സൊസൈറ്റിയിലെ ഫെലോ ആയി തിരഞ്ഞെടുത്തതെന്ന 1850കളിലാണ്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് ഇവിടെ നടത്തിയെന്ന് നമ്മൾ പറഞ്ഞ്, താപവുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളെക്കുറിച്ച് മൗലിക ഗവേഷണങ്ങൾ നടത്തിയത് ആരാ. അപ്പോൾ താപം എന്ന് കേട്ടാൽ തന്നെ നമ്മൾ പറയുന്ന പേര് ആരുടെ പേര് തന്നെയാണ്, ജെയിംസ് പ്രെസ്കോട്ട് ജൂളിൻ്റെ പേര് തന്നെയാണ്. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപവുമായി ബന്ധപ്പെട്ട സമവാക്യം കണ്ടെത്തി. അപ്പോൾ ജൂളിൻ്റെ ആ ഒരു സമവാക്യം, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു എന്ത് കണ്ടെത്തി, സമവാക്യം കണ്ടെത്തി. യാന്ത്രികോർജം, താപോർജം എന്നിവയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് താപഗതിക സിദ്ധാന്തം കണ്ടുപിടിച്ചു. അപ്പോൾ ഏതൊക്കെയായിട്ട് ബന്ധപ്പെടുത്തി, യാന്ത്രികോർജം, താപോർജം എന്നിവയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം എന്ത് കണ്ടെത്തി, താപഗതിക സിദ്ധാന്തം കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ 1850 അദ്ദേഹത്തിന് എന്ത് കിട്ടി, റോയൽ സൊസൈറ്റിയിലെ ഫെലോ ആയി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഗുരുത്വാകർഷണത്തിനെതിരായ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് മീറ്റർ kg മാസുള്ള കണ്ടെയ്നർ എച്ച് മീറ്റർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമ്മൾ നിരീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉയരമാണ്. ഉയരം നമ്മൾ ഒരു ക്രെയിൻ ഉപയോഗിച്ചിട്ട് മീറ്റർ കിലോഗ്രാം മാസുള്ള കണ്ടെയ്നർ എന്ത് ചെയ്യുന്നു, എച്ച് മീറ്റർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്.
കണ്ടെയ്നറിൻ്റെ ഭാരം എന്ന് പറയുന്നത് mg ന്യൂട്ടൺ ആണല്ലോ. അതായത് കണ്ടെയ്നറിൻ്റെ ഭാരം എങ്ങനെയാണ്? mg ന്യൂട്ടൺ ആണ്. ഇതിന് തുല്യമായ ബലമെങ്കിലും മുകളിലേക്ക് പ്രയോഗിച്ചാലല്ലേ കണ്ടെയ്നർ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം, കണ്ടെയ്നറിൽ ഭൂമി പ്രയോഗിക്കുന്ന ബലം എന്താണ്? ആ ബലമാണ് നമ്മൾ പറഞ്ഞത് ഗുരുത്വാകർഷണ ബലമാണ്. അപ്പോൾ ഭൂമി കണ്ടെയ്നറിൽ പ്രയോഗിക്കുന്ന ബലമാണ് എന്ത്? ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ക്രെയിൻ കണ്ടെയ്നറിൽ പ്രയോഗിക്കേണ്ട ബലം എന്താണ്? അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ഗുരുത്വാകർഷണത്തിനെതിരായിട്ടുള്ള ഒരു ബലമാണ് ക്രെയിൻ കണ്ടെയ്നറിൽ പ്രയോഗിക്കേണ്ടത്. ക്രെയിൻ പ്രയോഗിച്ച ബലം കണ്ടെയ്നറിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ് എങ്ങനെയാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്? അതാണ് W=F × S എന്ന് പറയുന്നത്. ഇവിടെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എസ് എന്നത് സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്? എസ് ആണ് സ്ഥാനാന്തരം. അതായത് എസ് എന്നത് ഇവിടെ എന്താണ്? ഉയരമാണ്. അതിനാൽ എസ് എന്ന് പറയുന്നത് S= എന്തെന്ന് നമുക്ക് പറയാം? H ആണെന്ന് പറയാം. പ്രവൃത്തി അപ്പോൾ എങ്ങനെയാണ്? W=F × S mg × H mgh എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി വസ്തുക്കളെ ഉയർത്തുന്ന സന്ദർഭത്തിൽ ഗുരുത്വാകർഷണത്തിനെതിരായി ചെയ്ത പ്രവൃത്തി, അതാണ് W=mgh എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വസ്തുക്കളെ ഉയർത്തുന്ന സന്ദർഭത്തിൽ ഗുരുത്വാകർഷണത്തിനെതിരായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമല്ലോ, ആ പ്രവൃത്തിയാണ് W=mgh എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ജിയുടെ വാല്യൂ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 10 m/s² ആണ്. അപ്പം നമുക്കിവിടെ കാണാനുള്ളത്, നമ്മൾ എന്താ ഇവിടെ കാണാനുള്ളത്? ഇവിടെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ഗ്രാം ആണ് മാസ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ മാസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? kg ആണല്ലേ. kg ആണ് മാസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? കിലോഗ്രാം എന്ന് പറയും. കിലോഗ്രാം. kg അല്ലെങ്കിൽ കിലോഗ്രാം ആണ് നമ്മുടെ നമ്മുടെ മാസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓക്കെ, 100 ഗ്രാം മാസുള്ള വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗ്രാമിലാണ് മാസ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കിലോഗ്രാമിലാക്കണം. അപ്പം നമ്മുടെ മാസ് എന്ന് പറയുന്നത് 100 ആണ്. അതിനെ കിലോഗ്രാമിലാക്കാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പം നമുക്ക് 1/10 എന്ന് കിട്ടും. അപ്പോൾ ഇവിടത്തെ മാസ് നമുക്ക് എത്രയാണ്? 0.1 kg എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ മാസ് നമുക്ക് കിട്ടി. ഇനി ഇവിടുത്തെ ജി ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ജിയുടെ വാല്യൂ G=10 m/s² ആണ് തന്നിരിക്കുന്നത്. ഇനി ഉയരം എത്രയാണ്? ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് 1 മീറ്റർ ആണ്. വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തി. അപ്പോൾ ഇവിടുത്തെ H എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് കാണാനായിട്ട് പ്രവൃത്തി എന്ന് പറയുന്നത് അതിൻ്റെ ഇത് നമ്മൾ mgh ആണ് പ്രവൃത്തിയുടെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താണ്? ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 0.1 1 kg ആണ്. 1 kg ആണ്. 0.1 kg ആണ് നമ്മുടെ മാസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ ജിയുടെ വാല്യൂ എത്രയാണ്? ജി എന്ന് പറയുന്നത് 10 ആണ്. 10 ഇൻറ്റു നമ്മുടെ H എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടും?
= നമുക്കിവിടെ 10 എന്ന് കിട്ടും. സ്ഥലമില്ല, അപ്പോൾ നമുക്ക് താഴോട്ട് എഴുതാമേ. അപ്പോൾ നമുക്കിവിടെ ഇത് എത്രയെന്ന് കിട്ടും? 10 എന്ന് കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിന് പോയിന്റ് മാറ്റി ഒരു സ്ഥാനം മാറ്റി നമ്മൾ കുത്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 1.0 എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ശരിക്കുമുള്ള എത്രയാണ് ഇതിൻ്റെ ജൂൾ എന്ന് പറയുന്നത്? 1 ജൂളാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കാം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അതിലൊന്നാമത്തെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ലോറിയിലേക്ക് 50 കിലോഗ്രാം മാസുള്ള ഒരു വീപ്പ കയറ്റണം. ലോറിയിലേക്ക് തറനിരപ്പിൽ നിന്നുള്ള ഉയരം 2 മീറ്ററാണ്. അതിൻ്റെ ജിയുടെ വാല്യൂം തന്നിട്ടുണ്ട് 10 മീറ്റർ/സെക്കൻഡ്² ആണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ലോറിയിലേക്ക് വീപ്പ കയറ്റിയാൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി കണക്കാക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടത്തെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? എം എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 50 കിലോഗ്രാം ആണ്, 50 kg ആണ് നമ്മുടെ എം. ഇനി ജിയുടെ വാല്യൂവും തന്നിട്ടുണ്ട്. ജി എന്ന് പറയുന്നത് 10 മീറ്റർ/സെക്കൻഡ്² ആണ്. ഇനി ഇവിടത്തെ എച്ച് എത്രയാണ്? ഉയരം. നമ്മൾ ലോറിയിലേക്ക് വീപ്പ കയറ്റിയാൽ അവിടെ ലോറിയിലേക്ക് തറനിരപ്പിൽ നിന്നുള്ള ഉയരം പറഞ്ഞിട്ടുണ്ട് 2 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കാണണം? നമ്മുടെ പ്രവൃത്തി കാണണം. അപ്പോൾ നോക്കാം. ഡബ്ല്യു എന്ന് പറയുന്നത് ഡബ്ല്യു എന്താണ്? mgh ആണ് അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കുള്ളത് നമുക്കൊന്ന് നോക്കാം. 50 × 10 × 2 എത്രയാണ്? 1000 ജൂൾ എന്നാണ് നമുക്കിവിടെ ആൻസർ കിട്ടുന്നത്. 1000 ജൂള്. അപ്പോൾ കറക്റ്റ് ആയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. 5 മീറ്റർ നീളമുള്ള ഒരു ചരിവ് തലം ഉപയോഗിച്ച് 2 മീറ്റർ ഉയരത്തിലേക്ക് ഉരുട്ടി കയറ്റിയാൽ വീപ്പയിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇവിടെ നമുക്ക് വീണ്ടും മാസ് നോക്കാം. മാസ് എത്രയാണ്? 50 kg ആണ്. 50 kg ആണ്. ഇവിടെ ജിയുടെ വാല്യൂ അത് തന്നെയാണ്, 10 മീറ്റർ/സെക്കൻഡ്² ആണ്. അതുപോലെ എച്ചും അത് തന്നെയാണ്, എന്താണ്? 2 മീറ്റർ ആണ്. അപ്പോൾ 2 മീറ്റർ ആണ് എച്ച് എന്ന് പറയുന്നത്. ഇനി ഇവിടത്തെ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി എത്രയാണ്? ഇവിടെയും നമ്മൾ കാണാനുള്ളത് എന്ത് തന്നെയാണ്? ആ വർക്ക് തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് പറയാം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ W = mgh ആണ് നമ്മൾ കാണുന്നത്. നേരത്തെ അതേപോലെ തന്നെ 50 × 10 × 2 എത്ര ആൻസർ? 1000 ജൂൾ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസറും സെയിം ആണ്. അടുത്ത ചോദ്യം തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഗുരുത്വാകർഷണ ബലത്തിനെതിരെ വീപ്പയിൽ ചെയ്ത പ്രവൃത്തി സഞ്ചാരപാതയെ ആശ്രയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഇവിടെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ രണ്ടും സെയിം ആൻസർ ആണ്. നമുക്ക് എയും ബിയും കിട്ടിയത്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ ഇല്ല എന്നാണ് ആൻസർ വരുന്നത്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് നെഗറ്റീവ് വർക്കിനെ കുറിച്ചാണ്. നെഗറ്റീവ് പ്രവൃത്തി. ഒരു കുട്ടി മേശയിൽ വച്ചിരിക്കുന്ന പെട്ടി വലിച്ചു നീക്കുന്ന ചിത്രം 6.4 നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കുട്ടി ഒരു ടേബിളിൽ വെച്ചിട്ട് ഒരു ബോക്സ് വലിച്ചു നീക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പെട്ടിയിൽ അനുഭവപ്പെടുന്ന ബലങ്ങളാണ് ഗുരുത്വാകർഷണ ബലം. അപ്പോൾ ഇവിടെ പെട്ടിയിൽ അനുഭവപ്പെടുന്ന ബലങ്ങൾ ഏതൊക്കെയും തന്നിട്ടുണ്ട്? ഗുരുത്വാകർഷണ ബലം എ, ഘർഷണ ബലം ബി ആണ്, വസ്തുവിൽ മേശ പ്രയോഗിക്കുന്ന ബലം സി ആണ്, കുട്ടി വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ഡി ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇവിടുത്തെ ഗുരുത്വാകർഷണ ബലം എ, ഘർഷണ ബലം ബി, വസ്തുവിൽ മേശ പ്രയോഗിക്കുന്ന ബലം സി, കുട്ടി വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ഡി എന്നിവയാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് നോക്കാം. പെട്ടിയിൽ അനുഭവപ്പെടുന്ന ബലം, അതിൻ്റെ ബലത്തിൻ്റെ ദിശ, ഇത് രണ്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടി പ്രയോഗിക്കുന്ന ബലം എന്താണ്? കുട്ടി പ്രയോഗിക്കുന്ന ബലമാണ് ഇവിടെ PD എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടി പ്രയോഗിക്കുന്ന ബലം ഏതാണ്?
കുട്ടി പ്രയോഗിക്കുന്ന ബലം നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതാണ് പി ഡി ആണ് കുട്ടി പ്രയോഗിക്കുന്ന ബലം, പി ഡി ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗുരുത്വാകർഷണ ബലം. ഇവിടുത്തെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിന്നും ഇവിടോട്ട് പ്രയോഗിക്കുന്നതായിരിക്കുമല്ലോ ഗുരുത്വാകർഷണ ബലം. അപ്പം നമുക്ക് എന്തെന്ന് പറയാം? എ പി ആണ് ഇവിടത്തെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയാം. ഇനി ഘർഷണ ബലം. ഘർഷണ ബലം എന്താണ്? പി ബി ആണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. പി ബി ആണ് ഘർഷണ ബലം. അപ്പോൾ ഇവിടുത്തെ ഘർഷണ ബലം പി ബി ആണ്. മേശപ്പെട്ടിയിൽ പ്രയോഗിക്കുന്ന ബലം ഏതാണ്? മേശപ്പെട്ടിയിൽ പ്രയോഗിക്കുന്നുണ്ടല്ലോ ഒരു ബലം, ആ ബലമാണ് സി പി എന്ന് പറയുന്നത്. മേശപ്പെട്ടിയിൽ പ്രയോഗിക്കുന്നത് ഈ ബലമാണ് കേട്ടോ. ഇവിടെയല്ലേ മേശ, ഇത് പെട്ടിയിലോട്ട് പ്രയോഗിക്കുന്ന ബലം എന്താണ്? പി ആണ്. അപ്പോൾ ഇവിടുത്തെ മേശപ്പെട്ടിയിൽ പ്രയോഗിക്കുന്ന ബലം എന്താണ്? ഏതാണ്? സി പി എന്നതാണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പെട്ടിയുടെ ചലനദിശ. ഈ താഴെ തന്നിരിക്കുന്നതിൽ പെട്ടിയുടെ ചലനദിശ ഏതാണ്? പെട്ടിയുടെ ചലനദിശ എങ്ങോട്ടാണ്? പി ഡി ആണ് പെട്ടിയുടെ ചലനദിശ. അപ്പോൾ കുട്ടിയല്ലേ എന്ത് ചെയ്യുന്നത്? കുട്ടി പ്രയോഗിക്കുന്ന ബലമാണല്ലോ, ആ ബലം പ്രയോഗിക്കുമ്പോഴാണല്ലോ ആ ചലനദിശയ്ക്ക് അനുസരിച്ച് ബലം വരുന്നത്. അപ്പോൾ പെട്ടിയുടെ ചലനദിശ ഏതാ? പി ഡി ആണ് ഇവിടെ പെട്ടിയുടെ ചലനദിശ എന്ന് പറയുന്നത്. ഏത് ബലത്തിൻ്റെ ദിശയിലാണ് പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടായത്? അപ്പം പ്രയോഗിച്ച ബലത്തിൻ്റെ ദിശയിൽ അല്ലേ? അപ്പം കുട്ടി പ്രയോഗിച്ച ബലത്തിൻ്റെ ദിശയിലാണ് പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടായത്. അപ്പം നമുക്കവിടെ പറയാം എന്താണ്? കുട്ടി പ്രയോഗിച്ച ബലത്തിൻ്റെ ദിശയിലാണ് പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ബലത്തിൻ്റെ എതിർദിശയിലാണ് പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടായത്? ഏത് ബലത്തിൻ്റെ എതിർദിശയിലാണ്? ഘർഷണ ബലത്തിൻ്റെ എതിർദിശയിലാണ്. അപ്പോൾ ഘർഷണ ബലത്തിൻ്റെ എതിർദിശയിലാണ് എന്തുണ്ടായത്? പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടായത്, ഘർഷണ ബലത്തിൻ്റെ എതിർദിശയിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗുരുത്വാകർഷണ ബലവും മേശ പ്രയോഗിച്ച ബലവും പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ എന്തുകൊണ്ടാണ് ഗുരുത്വാകർഷണ ബലവും മേശ പ്രയോഗിച്ച ബലവും പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ്? രണ്ട് ബലങ്ങളും സന്തുലിത ബലങ്ങളായതുകൊണ്ടാണ്. ഇവിടെ രണ്ട് ബലവും എന്തായിരുന്നു? സന്തുലിത ബലമായിരുന്നു. സന്തുലിത ബലങ്ങളായതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കാത്തത്? ഗുരുത്വാകർഷണ ബലവും മേശ പ്രയോഗിച്ച ബലവും പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടാക്കാത്തത്. അടുത്ത് നമ്മൾ പറയുന്നത്, കുട്ടി പ്രയോഗിച്ച ബലത്തിൻ്റെ ദിശയിൽ പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടായതിനാൽ ഈ ബലം പെട്ടിയിൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം. അപ്പം എന്താണ്? കുട്ടി പ്രയോഗിച്ച ബലത്തിൻ്റെ ദിശയിലാണ് പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടായത്, അതിനാൽ ഈ ബലം പെട്ടിയിൽ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കാം. ഇത്തരം പ്രവൃത്തിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പം എന്താണ് പോസിറ്റീവ് പ്രവൃത്തി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ്? പെട്ടിയിൽ ബലം എന്ത് ചെയ്തു? പ്രവൃത്തി ചെയ്തു. എങ്ങനെയാണ്? കുട്ടി പ്രയോഗിച്ച ബലത്തിൻ്റെ ദിശയിൽ പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടായതിനാൽ ഈ ബലം പെട്ടിയിൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം. ഇത്തരം ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തിയാണ് നമ്മൾ പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറയുന്നത്. ഘർഷണ ബലത്തിൻ്റെ എതിർദിശയിലാണല്ലോ പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടായത്. അപ്പോൾ പെട്ടിക്ക് സ്ഥാനാന്തരം ഉണ്ടായത് എവിടെയാണ്? ഘർഷണ ബലത്തിൻ്റെ എതിർദിശയിൽ എന്ന് നമ്മൾ പറഞ്ഞു. അതിനാൽ ഘർഷണ ബലം പെട്ടിയിൽ ചെയ്തത് എന്ത് പ്രവൃത്തിയാണ്? നെഗറ്റീവ് പ്രവൃത്തിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചത് മൂലം വസ്തുവിന് ബലത്തിൻ്റെ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാവുന്നതെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ്. അപ്പോൾ എങ്ങനെയാണ്? ഒന്നുകൂടി നമ്മൾ പറയുന്നു. ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചത് മൂലം വസ്തുവിന് ബലത്തിൻ്റെ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായതെങ്കിൽ ആ ബലം എങ്ങനെയാണ്? വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എന്താ? പോസിറ്റീവാണോ നെഗറ്റീവാണോ? പോസിറ്റീവ് ആണ്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് ബലത്തിൻ്റെ എതിർദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായതെങ്കിൽ ഈ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എങ്ങനെയായിരിക്കും? നെഗറ്റീവ് പ്രവൃത്തിയാണ്. അപ്പോൾ അത് മറക്കാതെ കാണാതെ പഠിച്ചു വെക്കുക. ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചത് മൂലം വസ്തുവിന് ബലത്തിൻ്റെ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായാൽ എന്താണ്? ബലം വസ്തുവിൽ ചെയ്തത് പോസിറ്റീവ് എനർജിയാണ്. പോസിറ്റീവ്
പ്രവൃത്തിയാണ്. ഇനി വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് ബലത്തിൻ്റെ എതിർദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടായതെങ്കിൽ ഈ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എന്താണ്? നെഗറ്റീവാണ് എന്ന് നമുക്ക് പറയാം. ഇനി താഴെ കൊടുത്ത ഓരോ അവസരത്തിലും പ്രവൃത്തി പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ക്വസ്റ്റ്യൻ, കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ? അത് കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണം എന്ത് ചെയ്യുന്നു? കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി അതവിടെ എതിർദിശയിലല്ലേ, അപ്പോൾ അവിടെ എന്താണ്? അത് നെഗറ്റീവാണ്, നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അത് പോസിറ്റീവാണ്. നമ്മൾ കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബലം നമ്മൾ പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അത് പോസിറ്റീവാണ്. ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ ക്രെയിൻ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ചെയ്യുന്ന പ്രവൃത്തി അതെന്താണ്? ആ പ്രവൃത്തി എന്ന് പറയുന്നത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. അപ്പോൾ ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ ക്രെയിൻ വസ്തുവിൽ ഉപയോഗിക്കുന്ന ബലം എന്താണ്? പ്രയോഗിക്കുന്ന ബലം എന്താണ്? ബലം ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അത് പോസിറ്റീവാണ്, പി ആണെന്ന് നമുക്ക് പറയാം. ഇനി ക്രെയിൻ ഉപയോഗിച്ച് ഒരു വസ്തു ഉയർത്തുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം വസ്തുവിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അത് നെഗറ്റീവ് പ്രവൃത്തിയാണ്, അവിടെ നെഗറ്റീവാണ് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നു, എന്താ? തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? അത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഉണ്ടാവുന്നത് എങ്ങനെയുള്ള പ്രവൃത്തിയാ? പോസിറ്റീവാണ്. അടുത്ത നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരാൾ 16 മീറ്റർ ദൂരം ട്രോളി തള്ളി നീക്കുന്നതിനായി 95 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിക്കുന്നു. ഇവിടെ ചെയ്ത പ്രവൃത്തി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇവിടത്തെ ബലം എന്ന് പറയുന്നത് എത്രയാണ്? 95 ന്യൂട്ടൺ ബലമാണ് ഇവിടെ. ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു 95 ന്യൂട്ടൺ. ഇനി എന്താണ്? ഇവിടുത്തെ സ്ഥാനാന്തരം എസ് എന്ന് പറയുന്നത് എത്രയാണ്? 16 മീറ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥാനാന്തരം അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? സ്ഥാനാന്തരം എന്ന് പറയുന്നത് 16 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രവൃത്തി കാണാനുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ. പ്രവൃത്തി നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? എഫ് ഇൻറ്റു എസ് ആണ്. എഫ് ഇൻറ്റു എസ്. അപ്പോൾ എഫ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് എന്ന് പറയുന്നത് 95 ആണ്, അവിടെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 16 ആണ്. ഇപ്പം നമുക്ക് എത്ര കിട്ടും? നമുക്ക് 1520 ജൂൾ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. എത്രയാണ് ആൻസർ? 1520 ജൂൾ. ഏതാനും പ്രവൃത്തികൾ നാം പരിചയപ്പെട്ടുവല്ലോ. വിവിധ തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാറില്ലേ? പ്രവൃത്തി ചെയ്യാനായി ഊർജം ചെലവഴിക്കുന്നതല്ലേ ഇതിന് കാരണം. അപ്പോൾ പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിന് എന്ത് വേണം? ഊർജം വേണം. ഊർജം അത് പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നത്. ഊർജവും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അടുത്തൊരു കുട്ടിയുടെ സംശയം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഊർജവും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊർജം മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ ഒരു പ്രചോദനം. നിങ്ങളുടെ പ്രോത്സാഹനം ഇല്ലെങ്കിൽ നമുക്ക് ഒരു തണുപ്പൻ മട്ടായിരിക്കും. ക്ലാസ് എടുക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ കമൻറ്റുകളില്ല, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു മൂടങ്ങ് പോവും. അതുകൊണ്ടാണ് ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മിസ്സായി പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ എത്രയും വേഗം നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.